യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം മാത്രം ഒന്ന് ശബ്ദമുയർത്തി വായിച്ച് ചില കാര്യങ്ങൾ ധ്യാനിച്ച് നമ്മ ആരാധിച്ച് ദൈവസന്നിധി വിട്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. യേശു അവരോട്, ഈ കൽപാത്രങ്ങളുടെ മേൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. നല്ല വചനത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം യോഹന്നാന്റെ സുവിശേഷവും അതിലകത്തുള്ള കനാവിലെ കല്യാണ വീട്ടിലുള്ള അത്ഭുതങ്ങളും നമുക്ക് പരിചിതമാണ്. ആമേൻ. പക്ഷേ അതിനകത്ത് നിന്ന് വ്യത്യസ്തമായ 1-2 ദൂതുകൾ മാത്രം പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് ചെയ്ത 1-ാമത്തെ അത്ഭുതമാണ് കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുക എന്നത്. അതിനകത്ത് ആഴമായ ഒട്ടനവധി സന്ദേശങ്ങൾ കിടപ്പുണ്ട്. അതിലേക്കൊന്നും ചലിക്കാതെ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന 1-2 പദങ്ങൾ മാത്രം നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയരെ, കർത്താവ് കല്യാണ വീട്ടിൽ ക്ഷണിക്കപ്പെട്ടവനായി കല്യാണ വീട്ടിലെത്തുകയാണ്. കല്യാണ വീട്ടിലെത്തുമ്പോഴാണ് കല്യാണ വീട്ടിനകത്ത് വളരെ ഒരു ശൂന്യത കാണാൻ കഴിയുന്നത്. അവൻ്റെ അമ്മയും കർത്താവിൻ്റെ അമ്മയായ മറിയയും സകല ശിഷ്യന്മാരുമൊക്കെയും തൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്നാണ് എൻ്റെ ചിന്ത. പക്ഷേ മറിയ അവിടെ ഉള്ള വ്യക്തികളോട് പറയുന്നൊരു പദമുണ്ട്. അവൻ എന്തു പറഞ്ഞാലും അത് ചെയ്തു കൊടുപ്പീൻ. അവൻ എന്തു പറഞ്ഞാലും അത് ചെയ്തു കൊടുപ്പീൻ. ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ചു കേൾക്കണമേ. കനാവിലെ കല്യാണ വീട്ടിൽ ശൂന്യത അനുഭവിക്കുന്നത് പുറം ലോകം അറിഞ്ഞിട്ടില്ല. പക്ഷേ അതിൻ്റെ അകത്തുള്ളവരാണ് ആ ശൂന്യത ആദ്യം തിരിച്ചറിഞ്ഞത്. പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ്. യഹൂദ പശ്ചാത്തലത്തിനകത്തൊരു വിവാഹ വീട്ടിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അവർ സമൂഹത്തിൽ താമസിക്കുമ്പോൾ, സമൂഹത്തിൽ വേറിട്ട് നിൽക്കുമ്പോൾ വിവാഹ വീടെന്ന് പറയുന്നത് വ്യത്യസ്തമായി നിലവാരത്തിലുള്ളതാണ്. ആ നിലവാരത്തിനകത്ത് യഹൂദ കൾച്ചർ അനുസരിച്ച് ഏറ്റവും പ്രധാനമുള്ളൊരു കാര്യമാണ് കല്യാണ വീട്ടിൽ അവരുടെ സ്റ്റാറ്റസിനനുസരിച്ച്, അവരുടെ പദവിക്കനുസരിച്ച്, അവരുടെ പ്രൗഢിക്കനുസരിച്ച് അവിടെ വീഞ്ഞ് വിളമ്പുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ 3 തരത്തിലുള്ള വീഞ്ഞുകൾ യഹൂദന്മാരുടെ വിവാഹങ്ങളിൽ വിളമ്പാറുണ്ട്. ഒന്നിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണക്കാർ, കോമൺ പീപ്പിൾസ്, ലോക്കൽസ് എന്നൊക്കെ ചിന്തിക്കത്തക്ക നിലവാരത്തിൽ സാധാരണ വ്യക്തികളുടെ ഭവനത്തിൽ വിളമ്പുന്ന വീഞ്ഞ് ആണ്. 2-ാമത്തെ പ്രത്യേകത മിഡിൽ ക്ലാസ് വീടുകളിൽ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ പോലെയുള്ള മിഡിൽ ക്ലാസ് ആയിട്ടുള്ള സമൂഹത്തിനകത്ത് മിഡിൽ ക്ലാസ് സ്റ്റേറ്റസിനകത്തുള്ള വീടുകളിൽ വിളമ്പുന്ന, കല്യാണത്തിന് വിളമ്പുന്ന വീഞ്ഞാണ്. 3-ാമതൊരു വീഞ്ഞുണ്ട്. അത് മിഡിൽ ക്ലാസ്സിലും ലോ ക്ലാസ്സിലും അല്ലെങ്കിൽ ലോക്കൽസ്, കോമൺ പീപ്പിൾസിലും വിളമ്പുന്ന, കല്യാണങ്ങൾക്ക് വിളമ്പുന്ന ഒരു വീഞ്ഞല്ല. ആ വീഞ്ഞിൻ്റെ പ്രത്യേകത അത് കൊട്ടാരത്തിൽ നടക്കുന്ന വിവാഹത്തിനു മാത്രം വിളമ്പുന്ന വീഞ്ഞാണ്. ഇന്ന് പകൽക്കാലം ഞാൻ ഇങ്ങനെ പറയാം, ഈ വീഞ്ഞെന്ന് പറയുന്നത് അവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. വീഞ്ഞ് കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തോ വലിയൊരു കുറവ് അല്ലെങ്കിൽ ഒരു നാണക്കേട്, ഒരു അപമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത രീതിയിൽ അവിടെ അവരുടെ ഭവനം ഒരു ശാപത്തിൻ്റെ ഭവനമായി, അവരുടെ ഭവനം ഒരു തകർച്ചയുടെ ഭവനമായി ദേശക്കാർക്ക് മുഴുവനും മുദ്രകൾ കുത്താൻ സാധ്യതയുള്ള സാഹചര്യത്തിലാണ് കനാവിലെ കല്യാണ വീട്ടിൽ കർത്താവിനെ ക്ഷണിച്ച് കർത്താവ് അവിടെ പോകുന്നത്. എൻ്റെ കർത്താവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അവൻ എവിടെ പോയാലും അവൻ നിറവല്ല നോക്കുന്നത്, അവിടെയുള്ള ശൂന്യതയാണ് നോക്കുന്നത്. ഇന്ന് പകൽ ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ എൻ്റെ ദൈവം നിന്റെ അടുക്കൽ ഇറങ്ങി വന്നാൽ നീ ഇന്ന് പകൽക്കാലം വെൽ ഡ്രസ്ഡ് ആണ്, നന്നായി ചിരിക്കുന്നുണ്ട്, നന്നായി എല്ലാവരുടെ മുൻപിലും അഭിനയിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ദൈവം ഇന്ന് പകൽ ഇറങ്ങി വന്നാൽ നിന്റെ ശൂന്യതയാണ് അവൻ പരിഹരിക്കുന്നത്.
അമ്മേ, ഇന്ന് പകൽ ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങളെല്ലാവരും സന്തുഷ്ടരാണ്. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എന്ത് വേദനയുണ്ടെന്ന് എനിക്കറിയാൻ കഴിയില്ല. പ്രത്യേകിച്ച് നന്നായി ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ഞാൻ കരുതും അവർ ഭയങ്കര സന്തോഷത്തിലാണത്. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത പുറം നോക്കി അറിയുന്നവനല്ല, എൻ്റെ കർത്താവ് അകത്തെ തുടിപ്പ് തിരിച്ചറിയുന്നവനാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവൻ ഹൃദയം തകർന്നവർക്ക് എൻ്റെ കർത്താവ് സമീപസ്ഥനാണ്. മനസ്സ് തകർന്നവരെ എൻ്റെ ദൈവം രക്ഷിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഒരു ഉറപ്പ് ഞാൻ പറയാം, ഇന്ന് പകൽ ഇവിടെ ഇരിക്കുമ്പോഴും കർത്താവ് ഒന്ന് എഴുന്നള്ളി വന്നാൽ എൻ്റെ കർത്താവ് നിന്റെ ശൂന്യതകളെ തിരിച്ചറിയുക തന്നെ ചെയ്യും. ഈ പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ ഇറങ്ങി വരാമെന്ന് പറഞ്ഞ ആ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ഈ പകൽക്കാലം കർത്താവ് ഇവിടെ വന്ന അവൻ നിന്റെ നിറവല്ല നോക്കുന്നേ, നിന്റെ ജീവിതത്തിന്റെ ശൂന്യതകൾ എവിടെയെന്ന് ഈ പകൽ എൻ്റെ കർത്താവ് നോക്കിയിട്ട് അതിനും നിറവായി വെളിപ്പെടുത്താൻ, അതിന് മറുപടി തരാ എൻ്റെ കർത്താവിന് കഴിയുമെന്ന് പറഞ്ഞ എത്ര പേർ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം? ഈ പകലൊന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ആരുടെ അടുക്കൽ നീ ഇറങ്ങി വന്നില്ലേലും ഈ പകൽ എൻ്റെ അടുക്കലൊന്ന് ഇറങ്ങി വരണേ, എൻ്റെ അടുക്കലൊന്ന് ഇറങ്ങി വരണേ. ആരും അറിയാതെ ഞാൻ ദീർഘദിവസങ്ങളായി കരയുക, പുറം ലോകം കാണിക്കാതെ ഞാൻ എൻ്റെ വേദന മുറുകെ പിടിച്ചു വച്ചിരിക്കുക. എൻ്റെ വിഷയം ഇതാണ് കർത്താവേ, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ ഇതാണെന്ന് പറഞ്ഞ് ഇന്ന് പകൽ നീ കർത്താവിനെ ക്ഷണിച്ചു കഴിഞ്ഞാൽ നിൻ്റെ കൂടാരത്തിനകത്ത് കുടികുത്തി വാഴുന്ന ശൂന്യതകളുണ്ടല്ലോ, തലമുറകളായി കൈമാറി വരുന്ന ചില ശൂന്യതകളുടെ കെട്ട് ഈ പകൽ എൻ്റെ ദൈവം അടിച്ചു മാറ്റിയിട്ട് ചില നിറവിലേക്ക് എൻ്റെ ദൈവം എന്നെ കരം പിടിച്ച് കയറ്റും കേട്ടോ. എൻ്റെ ദൈവം കരം പിടിച്ച് കയറ്റും കേട്ടോ. ഈ പകൽ ഞാൻ അങ്ങനെ സെൻസ് ചെയ്ത് ആത്മാവിൽ ഈ ദൂത് കൈമാറുമ്പോൾ ചില കൂടാരങ്ങൾക്കകത്ത് അവർ ഈ നിമിഷവും അനുഭവിക്കുന്ന ചില വേദനയുടെ ശൂന്യതകൾ, ചില ഇല്ലായ്മയുടെ ശൂന്യതകൾ, നാളെക്കുറിച്ചുള്ള ആകുലതകൾ ഈ പകൽക്കാല സ്വർഗം ശാസിച്ചു മാറ്റിയിട്ട് ദൈവത്തിൻ്റെ വലിയ മകത്ത് ചില കൂടാരങ്ങൾക്കകത്ത് ഇറങ്ങി വരുന്ന ഒരു പകലാക്കി പകൽ തീരട്ട്. വിശ്വസിക്കാമെങ്കിൽ കരമടിച്ചോ, വായ്കളെ തുറമോ, എൻ്റെ ദൈവത്തിന് ആരാധന കൊടുക്കണം. ശക്തിയോടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഈ പകൽ എൻ്റെ ദൈവം ആഗതനാ ഇതിനകത്ത് എഴുന്നള്ളി വരിക ഞാൻ വിശ്വസിക്കുന്നു. ഈ പകൽക്കാലം എൻ്റെ ശൂന്യതകളുടെ നടുവിൽ എൻ്റെ ദൈവം നിറവായി ഇറങ്ങി വരട്ടെ. എൻ്റെ കുടുംബത്തിനകത്ത് എൻ്റെ ദൈവം നിറവായി ഇറങ്ങി വരട്ടെ. ശബരതലഘടകവര ഈ പകൽക്കാലം പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോടാം. എൻ്റെ കർത്താവ് ഇറങ്ങി വന്നാൽ നിന്റെ ശൂന്യത നിറവായി മാറും, നിന്റെ ശൂന്യത നിറവായി മാറും. ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ ഈ വചനത്തെ അങ്ങനെ അയച്ചു പ്രാർത്ഥിക്കുക. ലൈവിലൂടെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഈ ഹോളിനകത്ത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഈ പകൽ കർത്താവ് നിന്റെ ഭവനത്തിൽ വന്ന നിന്റെ വിഷയം മുഴുവനും പരിഹരിക്കപ്പെട്ടു എന്നതാണ് അർത്ഥം. ഈ പകൽ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ 100 പ്രശ്നവുമായി നീ ഇതിനകത്ത് കയറിയ ഈ വാതിൽ കടന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ആ വിഷയത്തെ എൻ്റെ കൈകാര്യം ചെയ്യുക. ഇത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികൾക്ക് വേണ്ടി സ്വർഗം ലിറ്ററലി ചില വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങുന്ന പകലാണ്. ചില വിഷയങ്ങളുടെ നടുവിൽ എൻ്റെ ദൈവം ഇറങ്ങുന്ന പകലാണ്. അടങ്ങിയിരിക്കരുത്, ആഴമായി ആത്മാവ് ചലിക്കുക. ഇന്ന് പകൽ കാരമടിക്കാമെങ്കിൽ നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോ എവിടെയാണോ നിറവ് വെളിപ്പെടേണ്ടത് അവിടെ ദൈവത്തിന്റെ നിറവ് വെളിപ്പെടും. വിശ്വസിക്കാമെങ്കിൽ കാരമടിച്ച് എൻ്റെ ദൈവത്തിന് ആരാധന കൊടുക്കട്ടെ. ഈ പകൽ അങ്ങനൊരു ദൈവ സാന്നിധ്യം ഈ ഹാളിനകത്ത് മാത്രമല്ല, ലോകരാജ്യങ്ങളിൽ ശബ്ദം ശ്രവിക്കുന്നവടമേ ആഴമായി വെളിപ്പെടുകയാ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാ. എൻ്റെ കർത്താവ് വന്നാൽ നിന്റെ ശൂന്യതകൾ നിറവായി മാറും, നിന്റെ ആലയം നിറവായി മാറും, നിന്റെ ഭാവി നിറവുള്ളതായി മാറും, നിന്റെ തലമുറ നിറവുള്ളതായി മാറും, നിന്റെ ശുശ്രൂഷ നിറവുള്ളതായി മാറും. പ്രിയരെ, ഒരിക്കൽ കെരീത്ത് തോട്ടിൽ ഇരുന്ന് ഏകദേശം വർഷങ്ങൾ 3.5 വർഷത്തോളം കെരീത്തിന്റെ തോട്ടിലെ വെള്ളവും കാക്കയുടെ വരവും കാത്തിരുന്ന ഒരുവൻ
അവനോട് പറഞ്ഞു, കെരീത്തിന്റെ തോട് വറ്റിയിടാ, നീ എഴുന്നേൽക്ക്, നിനക്ക് സാറാപാത്തിലേക്കൊരു യാത്രയുണ്ട്. ഏലിയാവിനോട് സാറാപാത്തിലേക്ക് എൻ്റെ ദൈവം യാത്ര പറഞ്ഞു വിടുമ്പോൾ ഏലിയാവ് കരുതിയത് കാക്കയുടെ വരവ് നിന്നതുകൊണ്ട് സാറാപാത്തിൽ എന്തോ വലുത് ദൈവം കരുതിയെന്ന. എന്തോ വലുത് കരുതിയെന്ന ഏലിയാവ് കരുതിയത് അവന് വേണ്ടിയുള്ളത് എന്തോ ദൈവം കരുതിയെന്ന്. പക്ഷെ വചനം പറയുന്നു, ഏലിയാവിനുള്ളതല്ല ദൈവം കരുതിയത്. സാറാപാത്തിലേക്ക് വിധവയുടെ കൂടാരത്തിൻ്റെ കെട്ട് പൊട്ടിക്കാനുള്ള ഒരുത്തനെയായി എൻ്റെ ദൈവം അങ്ങോട്ട് അയച്ചത്. ഈ പകൽക്കാലം ഇവിടെ ഇരിക്കുമ്പോൾ നിന്റെ കെട്ട് പൊട്ടിക്കാനുള്ള ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ പേരത്രേ നസ്രയനായ യേശു. ഈ പകൽ വിശ്വസിക്കാമെങ്കിൽ എനിക്ക് എഴുതുന്ന അസുഖമുള്ളതുകൊണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ എഴുതിയൊരു തോട്ടിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്, ഏലിയാവിന് കാക്കയെ ഒരുക്കി, സാറാപാത്തിലെ വിധവയ്ക്ക് ഏലിയാവിനെ ഒരുക്കി. മനസ്സിലായില്ല? ഏലിയാവിന് കാക്കയെ ഒരുക്കി, സാറാപാത്തിലെ വിധവയ്ക്ക് ഏലിയാവിനെ ഒരുക്കി. ഏലിയാവ് സാറാപാത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ വിധവ കൂടാരത്തിൻ്റെ മുൻപിൽ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വിറക് പറക്കിക്കൊണ്ടിരിക്കുക. ഏലിയാവ് ചോദിച്ചു കാണാൻ, അല്പം വെള്ളമൊന്ന് കിട്ടുമോ? ഏലിയാവ് വെള്ളം ചോദിച്ചപ്പോൾ വിധവ കുടിക്കാൻ വെള്ളമല്ലേ, ക്ഷാമമാണെങ്കിലും കുറച്ചിരിക്കുന്ന വെള്ളം കൊടുക്കാമെന്ന് അകത്തോട്ട് കയറിപ്പോയത്. ഏലിയാവ് പറഞ്ഞു, അയ്യോ തിരിച്ചു വരുമ്പോൾ വെള്ളം മാത്രം പോരാ, 2 അപ്പവും കൂടെ, 2 അടയും കൂടെ. അവൾ തിരിഞ്ഞെന്ന് പറഞ്ഞൊരു പദമുണ്ട്, യജമാനനെ 2 അപ്പം ചുട്ടു ഭക്ഷിച്ചിട്ട് എൻ്റെ കുഞ്ഞും ഞാനുമായി മരിക്കാനിരിക്കുക. ഏലിയാവ് പറഞ്ഞൊരു പദമുണ്ട്, നീ ആദ്യം കയറി എനിക്ക് കൊണ്ടുവാ, ഞാൻ നിന്റെ വീട്ടിൻ്റെ മുൻപിലുണ്ട്. ആരാ പറഞ്ഞേ? ദൈവത്തിൻ്റെ പുരുഷനായ ഏലിയാവ്, ദൈവത്തിൻ്റെ മനുഷ്യനായ ഏലിയാവ്. അവളുടെ കൂടാരത്തിൻ്റെ മുൻപിൽ പാദമെടുത്തു വച്ചപ്പോൾ സാറാപാത്തിലെ വിധവ ഇല്ലായ്മയുടെ നടുവിൽ നിന്ന് അവളെടുത്ത് ദൈവദാസന് വേണ്ടി കൊടുത്തപ്പോൾ വചനം പറയുന്നു, ഏലിയാവിൻ്റെ മേൽ വ്യാപരിച്ച ദൈവശക്തി സാറാപാത്തിലെ വിധവയുടെ കണ്ണുനീർ കണ്ടല്ല, കണ്ടു എന്നല്ല. വചനം പറയുന്നത്, ഏലിയാവിൻ്റെ മേൽ വ്യാപരിച്ച ദൈവശക്തി അവളുടെ അടുക്കളയ്ക്കകത്ത് ശൂന്യമായിരുന്ന കലത്തെയും ഭരണിയെ തൊട്ടെങ്കിൽ ഈ പകൽ ഇവിടെ വ്യാപരിക്കുന്ന ദൈവശക്തി നിന്റെ കൂടാരത്തിൽ എവിടെയാണോ ശൂന്യതയുള്ളത് അവിടെ ഇറങ്ങി. പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചു. നിന്റെ ഭാവി ശൂന്യമാണോ കുഞ്ഞ്? നിന്റെ ജീവിതം ശൂന്യമാണോ കുഞ്ഞ്? നിന്റെ സാഹചര്യം ശൂന്യമാണോ? നിനക്ക് ചേർത്ത് പിടിക്കാൻ ആരുമില്ലയോ? ഈ പകൽ നിന്റെ ശൂന്യതയ്ക്കകത്ത് ഈ പകൽ അഭിഷേകം ചലിക്ക്. അതുപോലെ ചിലരുടെ ജീവിതത്തിൽ സംഭവിക്കുക കേട്ടോ. അടങ്ങിയിരിക്കരുത്. ഈ പകൽ പ്രാപിച്ചിട്ടേ പോകാവൂ. ഈ പകൽ എൻ്റെ കർത്താവ് വന്ന സ്ഥിതി മാറ്. ഒരഭിഷിക്തൻ കാലെടുത്തു വച്ചപ്പോ അടുക്കളക്കകത്തിരുന്ന കൽപാത്രങ്ങൾ, അടുക്കളക്കകത്തിരുന്ന കലവ്, ഭരണി അവന്റെ അഭിഷേകത്തിൽ വ്യാപരിച്ച ദൈവകൃപ മിറവുള്ളവാക്കി മാറ്റിയെങ്കിൽ ഈ പകൽ സാക്ഷാ ഉടയ തമ്പുരാ നിന്റെ കൂടാരത്തിൽ ഇറങ്ങി വന്നാൽ ഞാൻ കൊതിക്കുന്നു എൻ്റെ മിനിസ്ട്രിയുടെ അങ്ങയുടെ സ്പർശനമേൽക്കട്ടെ. ഇന്ന് പകൽ സ്വർഗമേ എൻ്റെ ഓരോ സഭകളുടെ മേൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട തുടങ്ങപ്പെട്ട ഓരോ ആലയങ്ങളുടെ മേൽ അങ്ങ് ഈ പകൽക്കാലമെന്ന് എഴുന്നള്ളി വരണമേ. വലിയ ദൈവമകത്ത് ഇന്ന് പകൽ ഞങ്ങളുടെ ശൂന്യതകൾ പിടിച്ചോ. തലമുറകൾ ഈ പകൽക്കാലം ആത്മാവിന്റെ തലങ്ങളിലേക്ക് കയറ. ഈ പകൽ അമ്മൻ നിനക്ക് വേണ്ടി കരുതണ്ട കുഞ്ഞെ, ഒരപ്പനും നിനക്ക് വേണ്ടി കരുതണ്ട. നിന്നെ മിറച്ചവനാക്കി പുറത്തിറക്ക.
ഈ പകൽ ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ടെന്ന്, എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ടെന്ന്, എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന്. എത്ര പ്രവർത്തിക്കണമെന്ന് കരുതിയിട്ടും, എത്ര നന്മ പ്രാപിക്കണമെന്ന് കരുതിയിട്ട് ഒരു പരിധിക്കപ്പുറം ഉയരാൻ കഴിയാതെ ക്ഷാമങ്ങളിട്ട് പോരടിക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളെ ഞങ്ങൾ പൊളിക്കുക. മാനുഷികമായ വ്യക്തികളെ വെച്ച് തച്ചുടയ്ക്കുന്ന ചില ദുരാത്മാവിൻ്റെ മണ്ഡലങ്ങളെ ഈ പകൽ ഞങ്ങൾ വെട്ടുക. കേവലം ഒരു പ്രവാചകന്റെ കാൽ സാറാഫാത്തിലെ വിധവയുടെ ഭവനത്തിൻ്റെ മുൻപിൽ ചവിട്ടിയപ്പോൾ അവനിൽ വ്യാപരിച്ചിരുന്ന അഭിഷേകം അവളുടെ അടുക്കളയ്ക്കകത്ത്, ഹാളിലല്ല, ഡൈനിങ് ഹാളിലല്ല, കിച്ചൻ്റെ ഏതോ ഷെൽഫിൻ്റെ ഏതോ മൂലയ്ക്ക് ആരും കാണരുത്. എൻ്റെ ജീവിതത്തിൻ്റെ ശൂന്യത ആരും കാണരുത്. ഞാൻ അനുഭവിക്കുന്ന ദാരിദ്ര്യം ആരും അറിയരുതെന്ന് കരുതി മാറ്റി ഒളിപ്പിച്ച് വച്ച ഏതോ കലവും ഏതോ ഭരണിയും തിരിച്ചറിഞ്ഞെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പ്രവചിക്കുക, പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. നീ ജീവിതത്തിനകത്ത് നിൻ്റെ ഞെരുക്കമാരും അറിയരുതെന്ന് കരുതി, നിൻ്റെ വേദന ആരും അറിയരുതെന്ന് കരുതി, നിൻ്റെ പേശിലെ ശൂന്യത ആരും അറിയരുതെന്ന് കരുതി, നിൻ്റെ ജീവിതത്തിലെ ശൂന്യത ആരും അറിയരുതെന്ന് കരുതി നീ എവിടെയോ മറച്ചു പിടിക്കുന്നില്ലേ? ഈ പകലാശ്വാമേ ആ മേഖലകൾക്കകത്ത് ദൈവത്തിന്റെ നിറവ് വെളിപ്പെട്. ഇന്ന് പകൽ ഏലിയാവ് ചാല് ചവിട്ടിയപ്പോൾ അങ്ങനെ സംഭവിച്ചെങ്കിൽ സാക്ഷാൽ സകലത്തിന്റെ ഉടയവ് ഈ പകൽ ഈ ആലയത്തിനകത്ത് കാലെടുത്തു വെച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നു. തിരുവനന്തപുരം പട്ടണത്തിൽ സ്വന്തമായി മനോഹരമായ ഒരു ആലയം തരാ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ഈ പകൽക്കാലം അഭിഷിക്തന്മാരെ ഈ പകൽ ഈ കാലെടുത്തു വെച്ചത് പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. ഈ പകൽ ദൈവം ചിലത് അളന്നിടുകയാ, ചില വ്യക്തികളെ ദൈവം ഇടപെടുകയാ, ചിലവിനെ ദൈവം തൊടുകയാ, ചില വ്യക്തികളെ ദൈവം തൊടുകയാ, ചിലവിന്റെ നാവിനെ ദൈവം അടക്കുകയാ, ചില വ്യക്തികളെ ദൈവം സ്പർശിക്കുക. ഈ പകൽ 100 വിഷയമായിട്ടായിരിക്കും ഈ ഹാളിനകത്ത് വന്നത്. ഈ സ്റ്റെപ്പുകൾ കയറി വന്നത് 100 വിഷയമായിട്ടായിരിക്കാം. ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങുമ്പോൾ നീ കോൾ നിന്റെ മൊബൈൽ റിങ് ചെയ്യും. നീ കേൾക്കാൻ പോവാ, നീ അനുഭവിക്കാൻ പോവാ. ഇവിടെ ഇരുന്ന് ആരാധിച്ചപ്പോ ചില ദൈവപ്രവർത്തികൾ നടന്നെന്ന്, ഇടപെടേണ്ടവനോട് ഇടപെട്ടെന്ന്, ഇടപെടേണ്ട വ്യക്തികളോട് ഇടപെട്ടെന്ന് ഈ പകൽക്കാലം വിശ്വസിക്കാമെങ്കിൽ അടങ്ങിയിരിക്കരുത്. ദൈവം ചലിക്കുകയാ. ഇന്ന് പകൽ മനുഷ്യന് അസാധ്യം ദൈവത്താൽ സാധ്യം. അങ്ങനെ ഒരു ദൂത് ദൈവം കൈമാറുകയാ. ഇടപെടേണ്ട ചില വ്യക്തികളോട് ഈ പകൽ ദൈവം ഇടപെടുകയാ. ഈ പകൽ 6 മണിയാകാൻ പോകുന്ന ഈ സമയത്ത് ചിലവരോട് ഇടപെടുകയാ. ദൈവാത്മാവ് ഒരു വാക്യം എന്റെ നാവിൽ തരികയാ. നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കില്ല. ചില ചെങ്കോലുകളെ ദൈവം ഒടിച്ചു കളയും, ചില അടിമത്തങ്ങളെ ദൈവം ഒടിച്ചു കളയും. ഈ തിരുവനന്തപുരത്തെ അടക്കി വാഴുന്ന ചില ദുർഭൂത മണ്ഡലങ്ങളെ ദൈവം ഒടിച്ചു കളയും. ചില തലമുറകളെ ദൈവം വെടിവെക്കും. ചിലവന് നല്ല ഭാവി ഉണ്ടാകും, ചിലവന് നല്ല ഉയർച്ചയുണ്ടാകും, ചിലവന് നല്ല മാന്യതയുണ്ടാകും, ചിലവന് അർഹതയില്ലാത്ത ഉയരങ്ങളിലേക്ക് എന്റെ ദൈവം കരം പിടിച്ച് ലിഫ്റ്റ് ചെയ്യും. വർഷങ്ങൾക്ക് മുമ്പ് പൂനെയിലുള്ള ഒരു കുഞ്ഞു സഹോദരി എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവൾക്ക് അപ്പനില്ല, അമ്മയില്ല, മരിച്ചു പോയതാ, ഒരു ആക്സിഡന്റ് മരിച്ചു പോയതാ. ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞത്, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സെമിനാരി പഠിക്കാൻ കയറിയ കാലഘട്ടത്തിൽ എന്നോട് പറഞ്ഞപ്പോൾ അതെങ്ങനെയാ, എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, നിന്റെ എസ്തേറിൻ്റെ
അനാഥത്വത്തെ പൊളിച്ചതുപോലെ ഞാൻ നിന്റെ അനാഥത്വത്തെ പൊളിക്കും. പക്ഷേ ഇന്ന് ഞാൻ അറിയുന്നത്, അവൾ കാനഡയിൽ കനേഡിയൻ സിറ്റിസണുള്ള ഒരു കുടുംബം വഹിക്കുന്നവളാണ്. ആരാ? അനാഥയാ, ഓർഫണേജിൽ വളർന്നവൾ. അവിടെ വച്ച് വിസിറ്റിങ്ങിന് വന്നൊരു സായിപ്പ്, കനേഡിയൻ സായിപ്പ്, അവളുടെ സാക്ഷ്യവും അവളുടെ പ്രാർത്ഥന കണ്ടപ്പോൾ അവർക്കൊരു ആഗ്രഹം തോന്നി. അവർക്ക് മക്കളില്ല, ഇവളെ സ്വന്തം മകളാക്കി കാനഡയിൽ കൊണ്ടുപോകണമെന്ന്. ആർക്കും വേണ്ടാത്ത, നല്ല വസ്ത്രം ധരിക്കാനില്ലാത്ത, നല്ല ആഹാരം കഴിക്കാനില്ലാത്ത ഏതോ ഓർഫണേജിൽ വളർന്ന ആ കുഞ്ഞ് പോകുന്നതിന് മുമ്പ്, എനിക്കൊന്ന് ഒരു 8-10 വർഷം വരും, പോകുന്നതിന് മുമ്പ് എന്നെ അവസാനമായി വിളിച്ചു, ഫസ്റ്റ് ഞാൻ പോവുക, നാളെ എൻ്റെ വിസ. ഞാൻ വണ്ടറായിട്ട് ചോദിച്ചു, എങ്ങോട്ടാ യാത്ര? ഞാൻ കാനഡയിലേക്ക് പോവാ ഫസ്റ്റേ. ഇനി കാണാൻ കഴിയുമോ എന്നറിയില്ല, ഇനി പ്രാർത്ഥിക്കാൻ വിളിക്കാൻ കഴിയുമോ എന്നറിയില്ല. പക്ഷെ ഒരു ഉറപ്പ്, എൻ്റെ അനാഥത്വം ദൈവം മാറ്റി. പ്രിയരെ, ഫോറിനർ ഇന്ത്യയിൽ വന്ന് ഒരു വ്യക്തിയെ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ അവൻ്റെ സ്വത്തിൽ ഇത്ര ശതമാനം ഇന്ത്യൻ ഗവൺമെൻറ്റിന് മുമ്പിൽ അവളുടെ പേരിൽ എഴുതി വെച്ചിട്ടേ കൊണ്ടുപോകാൻ പറ്റൂ. അത് നിയമമാണ്. ആർക്കും വേണ്ടാത്തവളെ, ഒന്നിനും കൊള്ളാത്തവളെ ദൈവം രൂപം മാറ്റി. ഇന്ന് പകൽക്കാലം പച്ചവെള്ളമാ കൽപ്പാത്രത്തിൽ നിറച്ചത്, കോരിക്കൊടുത്തത് വീഞ്ഞായിട്ടാ. ഈ പകൽക്കാലം നിന്റെ രൂപം മാറും കേട്ടോ. കോരിക്കൊടുത്തപ്പോൾ വചനം പറയുന്നു, ആമേൻ, അതിൻ്റെ രൂപം മാത്രമല്ല മാറിയത്, അതിൻ്റെ ടേസ്റ്റ് മാറി. ഈ പകലാത്മാവിൽ ഞാൻ പ്രവചിക്കുക, ചിലവിൻ്റെ ടേസ്റ്റ് മാറും. കൈപ്പായുള്ള നീ ചിലവ് മധുരമായി മാറും. ആയിരങ്ങൾക്ക് മധുരമായി മാറും, ആയിരങ്ങൾക്ക് അനുഗ്രഹമായി മാറും, ആയിരങ്ങൾക്ക് നീ നന്മയായി മാറും. നോക്കി, കൽപ്പാത്രത്തിനകത്ത് ഏത് വീഞ്ഞ? രാജാവിന്റെ കൊട്ടാരത്തിൽ രാജകുമാരന്റെ കല്യാണത്തിന് വിളമ്പുന്ന വീഞ്ഞ്. എവിടെയാ? പുറംപറമ്പിൽ പിറന്ന കൽപ്പാത്രത്തിന് മേൽ നിറയ്ക്കപ്പെട്ടു. രാജകൊട്ടാരത്തിലെ മാന്യമേറിയ പാത്രത്തിനകത്ത് മാത്രം വീഴേണ്ട വീഞ്ഞ് ഇന്ന് പകൽക്കാലം ഏതോ പുറംപറമ്പിൽ വീണ കിടന്ന കൽപ്പാത്രത്തിന്റെ മേൽ വെളിപ്പെട്ടു. ഈ പകൽക്കാലം ആ വീഞ്ഞ് ഏതെന്നറിയണോ? അതാണ് ഇന്ന് പകൽക്കാലം അർഹതയില്ലാത്ത ദാനമായ പരിശുദ്ധാത്മാവ്. നിനക്ക് യോഗമേയില്ല. ഈ പകൽക്കാലം ദൈവം പറഞ്ഞു, ഞാൻ പോകുമോ നല്ലത്, ഞാൻ പോയിട്ട് പിതാവിന്റെ അടുക്കൽ നിന്ന് നിനക്ക് വേണ്ടി ശ്രേഷ്ഠമായ ഒരുവനെ. പ്രിയരെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇത്ര വിലയുള്ളതാണ്. വില കുറച്ച് കാണല്ലേ. ഇത് അർഹതയില്ലാത്തതാണ്, ഇത് യോഗ്യതയില്ലാത്തതാണ്, ഇത് ചുമക്കാൻ ഭാഗ്യം ലഭിച്ചത് അത് അവന്റെ കൃപയോ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഈ അത്യന്ത ശക്തിയൻ സ്വന്തമല്ല എന്ന് വരേണ്ടതിന് ഈ മൺകൂടാരങ്ങളുടെ മേൽ പകർന്നു. ഈ പകൽക്കാലം രാജകൊട്ടാരത്തിൽ വിളമ്പുന്ന വീഞ്ഞ് കൽപ്പാത്രത്തിൽ നിന്ന് പുറത്തു വന്നു. ഒന്നാമത് നിന്റെ രൂപം മാറും, രണ്ടാമത് നിന്റെ ടേസ്റ്റ് മാറും, മൂന്നാമത് ആത്മാവ് പിടിക്കാൻ കഴിയുമെങ്കിൽ ഒരു ദൂത് പറയാം, നിന്റെ ക്വാളിറ്റി മാറും. ഇന്നലെ കണ്ടവർ വിടക്കന്ന് എണ്ണിക്കാണും. ഇന്നലത്തെ ജീവിതം നിന്റെ ജീവിതം കണ്ടവർ പറഞ്ഞു കാണും, ഒന്നിനും കൊള്ളില്ല, വെറും കുപ്പയാണ്. പക്ഷെ ദൈവം പറയുക, ഞാൻ കുപ്പയിൽ നിന്ന് ചിലവര് ഉയർത്തുന്നവനാണ്. രാജാക്കന്മാരുടെ ഇടയിൽ അർത്ഥാരകൾക്ക് ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, ചില വേദികളിൽ നിൽക്കുമ്പോൾ, അർഹതയില്ലാത്തടുത്ത് ദൈവം നടത്തുമ്പോൾ, ഒരു യോഗ്യതയില്ലാത്ത ശക്തന്മാർ
ഒരു വാക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദിവസങ്ങൾ എൻ്റെ കോളിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറയും, കർത്താവേ, എന്ത് യോഗ്യതയുള്ള, എന്ത് ക്വാളിറ്റിയുള്ള. ദൈവം പറയുന്നൊരു പദമുണ്ട്, ഞാൻ നിറച്ചാൽ നിന്റെ ക്വാളിറ്റി മാറും. നിന്റെ ക്വാളിറ്റി മാറും. ആരാ നിന്നെ വേണ്ടെന്ന് പറഞ്ഞേ? ആരാ നിന്നെ തള്ളിക്കളഞ്ഞേ? ആരാ നിന്നെ പരിഗണിക്കാത്ത? എൻ്റെ ദൈവം നിന്റെ ക്വാളിറ്റി മാറ്റും. നിന്റെ ക്വാളിറ്റി മാറ്റും. ക്വാളിറ്റി മാറിയാലുള്ള ഗുണം എന്തെന്നറിയാമോ? ക്വാളിറ്റി ഇല്ലാത്തതിൻ്റെ കൂടെയല്ല, ക്വാളിറ്റി ഉള്ളതിൻ്റെ കൂടെ നിന്നെ നിർത്തും. സമയമില്ല, നിന്ന് പ്രസംഗിക്കണം. ഒരു പദം കൂടെ പറയാം, പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. കൽപ്പാത്രത്തിൽ വെളിപ്പെട്ട നാലാമത്തെ അത്ഭുതം. ഒന്ന് രൂപം മാറി, ഒന്ന് ടേസ്റ്റ് മാറി, മൂന്ന് ക്വാളിറ്റി മാറി. നാലാമത് വചനം പറയുന്നു, അതിൻ്റെ മൂല്യം. മൂല്യം നല്ല പച്ചവെള്ളമാണ്, ആർക്കും വേണ്ടാത്തതാ. പക്ഷെ ദൈവം പറയുക, ഞാൻ നിറച്ചാൽ. ഇന്ന് പകലൊരു ആത്മാവിലൊരു ദൂത് കൈമാറാം. നിൻ്റെ ടേസ്റ്റ് മാത്രമല്ല, നിൻ്റെ ക്വാളിറ്റി മാത്രമല്ല, നിൻ്റെ രൂപം മാത്രമല്ല, എൻ്റെ ദൈവാത്മാവിലൊരു ദൂത് ഞാൻ കൈമാറാം. നിൻ്റെ വില മാറും. നിൻ്റെ വില മാറും. ആരാ പറഞ്ഞ നീ വിലയില്ലാത്തവനെന്ന്? ആരാ പറഞ്ഞ നീ ഒന്നിനും കൊള്ളാത്തവനെന്ന്? ആരാ പറഞ്ഞ നിന്നെ? പലരും കണ്ണുനീരോടെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കുടുംബത്തിലുള്ളതെന്ന് പോലും പറയാൻ കൊള്ളില്ല. പക്ഷെ ദൈവം ഒന്ന് തൊട്ടാലുണ്ടല്ലോ, നിന്റെ വില മാറും. നിന്റെ വില മാറും. ഈ പകൽക്കാലം ആത്മാവിൽ ഞാൻ തലമുറ നമുക്ക് പ്രവചിക്കുക. നിന്റെ അപ്പനും അമ്മയ്ക്കും തരാൻ കഴിയാത്ത നല്ലൊരു ഭാവി എൻ്റെ ദൈവത്തിന് തരാൻ കഴിയും. നല്ലൊരു ജീവിതം എൻ്റെ ദൈവത്തിന് തരാൻ കഴിയും. അർഹതയില്ലാത്ത ഉയർച്ച എൻ്റെ ദൈവത്തിന് തരാൻ കഴിയും. അർഹതയില്ലാത്ത വില നിനക്ക് തരാൻ കഴിയും. ആത്മാവിൽ ഞാൻ പ്രവചിക്കാം, നിന്റെ വില മാറിയാൽ നിന്റെ മുൻപിൽ ശക്തന്മാർ മുട്ടുകുത്തും. നിന്റെ മുൻപിൽ രാജ്യങ്ങളുടെ നന്മ വരും. നിന്റെ മുൻപിൽ അർഹതയില്ലാത്ത മാന്യത വെളിപ്പെടും. അർഹതയില്ലാത്ത ഉയർച്ച വെളിപ്പെടും. അർഹതയില്ലാത്ത ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടും. ഇന്ന് പകൽക്കാലം നീ വില മാറിയവനായി മാറും.